എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പേജ് ഓഫ് കപ്സ്, ഫുൾ കാർഡ്, Justice energy, Queen of Cups, High Priestess, and last card on the Three of Cups energy connections ആണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് കപ്സ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കുറച്ച് വികാരധീനരായിരിക്കും. ഏത് കാര്യത്തിനും ഏതിനും പെട്ടെന്ന് വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ദേഷ്യമാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടമാണെങ്കിൽ സങ്കടം, അത് പ്രകടിപ്പിക്കുക കൂടി ചെയ്യുക. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അധികം നിങ്ങളിലുണ്ടാകുന്നൊരു സമയമല്ല. അപ്പോൾ ഈ ഒരു വർഷം എന്ന് വെച്ചാൽ പൊതുവേ നിങ്ങൾ ലൈഫ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട, നിങ്ങളുടെ വികാരങ്ങൾ പ്രത്യേകിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടുന്നൊരു സമയമാണ്. അത് നിങ്ങൾക്ക് കൺട്രോളിൽ എടുത്താൻ പറ്റുന്നതല്ലാത്തതുകൊണ്ട്. അപ്പോൾ കുറച്ച് സ്പിരിച്വൽ ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം മെഡിറ്റേഷനോ യോഗ, മനസ്സിൻ്റെ കൈപ്പിടിയിലാക്കാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യോഗ പ്രാക്ടീസസ് ചെയ്യുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ജീവിതത്തിൽ ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നുണ്ടാവില്ല, പക്ഷേ ചെറിയ കൊച്ചു കാര്യമാണെങ്കിൽ നമ്മൾ പറയില്ല, കൊച്ചു കാര്യങ്ങളാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ സങ്കടവും ദേഷ്യം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോളിലാകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രാക്ടീസസോ ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ മറ്റു തരത്തിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഈ ഒരു ഒത്തിരി സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞതിനൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആളുകൾ പറയുന്നത് അല്ല, അവരുടെ മനസ്സിനുള്ളിൽ എന്താണെന്നുള്ളത് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങളെ വികാരധീനരാക്കുന്നൊരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ പലപ്പോഴായിട്ട് കാട് കയറി പോകുന്നൊരു സിറ്റുവേഷനും ഈ ഒരു വർഷത്തിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ സമയമെടുക്കുക കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. പ്രത്യേകം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സ് പലയിടത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയം ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ വീഡിയോ ഗെയിംസോ അല്ലെങ്കിൽ TV അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ പലതരത്തിൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുമ്പോൾ അത് എന്തെന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ, കോൺസെൻട്രേഷൻ ഉണ്ടാകാൻ വേണ്ടുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള രീതിയിൽ ശ്രദ്ധിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങളിൽ നിന്ന് ആളുകൾ ഒളിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, സീക്രറ്റ്സ് ഉണ്ടാവാം, രഹസ്യങ്ങൾ മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പല ആളുകളിൽ നിന്ന് അവർ മാറ്റി നിർത്തുന്നതോ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ, ചില ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താനൊക്കെ സഹായകരമാകുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ച് വളരെ ആത്മീയതയിലേക്ക് കുറച്ചധികം താല്പര്യരാകുന്ന സമയമുണ്ട്. അപ്പോൾ ആത്മീയതയിലേക്ക് താല്പര്യരാകുന്നു എന്ന് പറയുമ്പോൾ മറ്റു കാര്യങ്ങൾ വിട്ടിട്ട് പൂർണ്ണമായിട്ട് ആത്മീയതയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള കാര്യം. ആത്മീയ കാര്യങ്ങൾ താല്പര്യം വരുന്നതും അതിലേക്ക് ശ്രദ്ധിക്കുന്നതും നല്ല കാര്യമാണ്. പക്ഷേ ഒരു എന്താ പറയുക, ഗൃഹസ്ഥ ആശ്രമത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ ഒരച്ഛനോ അമ്മയോ മകനോ മകളോ അങ്ങനെ ആരായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഈ പൂർണ്ണമായിട്ടും ഒരു എന്താ പറയുക, ഒരു ആശ്രമമോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ അലഞ്ഞ് നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ അവിടെയും ഒരു കൺട്രോൾ ആവശ്യമുണ്ട്. അതാണ് നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ തോട്ട്സ്, ഫീലിങ്സിൻ്റെ ഇതൊക്കെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. കാരണം അതിനെയൊക്കെ പുറകെ പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനുണ്ട്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഫുൾ കാർഡ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ പിന്നെ ഒത്തിരി ആളുകളിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ
പ്രണയം. അപ്പോൾ പ്രണയത്തിലേക്ക് പോകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു പ്രണയത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രണയാഭ്യർത്ഥനകളൊക്കെ വന്നേക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതും ഒരു ഡിസ്ട്രാക്ഷൻ ആവാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല കേട്ടോ, എല്ലാവരിലും ഇതൊരു ഡിസ്ട്രാക്ഷൻ ആകാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ സൗഹൃദങ്ങൾ വളരെയധികം നല്ലതായിരിക്കും. കാരണം നിങ്ങൾ വളരെ എന്താ പറയുക, അടുപ്പമുള്ള സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തി, എല്ലാവർക്കും എല്ലാം തുറന്നു പറയാവുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിങ്ങളുടെ ലൈഫിൽ. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫാമിലി, ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക്, അതായത് ബാഹ്യമായിട്ട് ഈ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവാം. അവർ പക്ഷേ സംസാരത്തിൽ ഒതുക്കുന്ന, ഇപ്പോൾ സാഹിത്യം ഇതുപോലെയുള്ള ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒത്തിരി സംസാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്കത് അവിടെ കൺട്രോൾ ചെയ്ത് നിർത്താൻ അറിയാം. അവർ സംസാരിച്ചു, അത് കഴിഞ്ഞ് വീട്ടിൽ പോയി. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടും അതിനെ തേടി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതേപോലെ പ്രണയത്തിന് നിങ്ങളിപ്പോൾ റെഡി ആണോ ഈ ഒരു സമയം എന്ന് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളാണെങ്കിൽ അതിന് പറ്റിയ ടൈമാണോ എന്നുള്ളത് ശ്രദ്ധിക്കാം. ഇനി അഥവാ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ പെട്ടെന്ന് ഇമോഷൻസിന് അടിമപ്പെടുന്നത് കൊണ്ട് ഒന്നും നോക്കാതെ എടുത്തു ചാടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞ് ജീവിതം ഒരു പുതിയ പാതയിലേക്ക് പോകുന്നൊരു ടൈം പീരീഡാണ്. അതായത് ഇതിന് മുമ്പത്തെ വർഷം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും ജീവിത ശൈലികളും ജീവിത ലൈഫ് സ്റ്റൈല് എല്ലാത്തിലും ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാത്തിലും മാറ്റം വരുന്ന ഒരു സമയമാണ്. അപ്പോൾ പല കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരും എല്ലാം മനസ്സിൽ എടുത്തിട്ട് സെൻസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടാവാം. അപ്പോൾ സെൻസിറ്റീവ് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഓവർലി നമ്മുടെ ഇമോഷൻസിന് അടിമപ്പെട്ട് പോകാതിരിക്കുക എന്നുള്ള എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചറുണ്ട്. ഒരു പുതിയ ടെറിറ്ററിയിലേക്ക് നിങ്ങൾ കടക്കുകയാണ് ചെയ്യുന്നത്. അതിൽ വിശ്വാസം വളരെ നല്ലതാണ്. അതിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നതും വളരെ നല്ലതാണ്. പക്ഷേ പ്രാക്ടിക്കൽ സൈഡ് കൂടി നോക്കി മുന്നോട്ടേക്ക് പോകുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. പ്രായമായിട്ടുള്ള ആളുകളെ, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെ ചില കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ മറ്റുള്ളവർ നിങ്ങളെ പെട്ടെന്ന് അവർ കോൺഫിഡൻസിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, അവരുടെ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകാം. പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വീട്ടമ്മമാരധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, പ്രത്യേകിച്ച് പണമിടപാടുകളോ മറ്റു കാര്യങ്ങളൊക്കെ അതൊന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫാമിലി ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് പോവാം. ഇങ്ങനെയുള്ള ആളുകളിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ഫൂൾ എനർജി ആൻഡ് 3 of Cups എനർജിയാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിൽ ചില വിട്ടുപോയ ബന്ധങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു സിറ്റുവേഷനാണ്. വിദേശത്തൊക്കെ ഉള്ളവർ, ദൂരെ താമസിക്കുന്ന മക്കളൊക്കെ ചിലപ്പോൾ നാട്ടിൽ തിരിച്ചു വന്ന് സെറ്റിലാവാം. അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ വിദേശത്തേക്ക് കൊണ്ടുപോകാം. ഒരു റീയൂണിയൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫാമിലി റീയൂണിയൻ ആവാം. അതായത് ഒത്തിരി ബന്ധുക്കളെല്ലാവരും ഒത്തുകൂടുന്നൊരു സിറ്റുവേഷൻ ആകാം. അങ്ങനത്തെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് മിസ് ചെയ്തിരുന്ന ഒരു കാര്യം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് ഒത്തിരി നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. കെയർ ഫ്രീ ആയിട്ട് ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ട് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ താല്പര്യരാകുന്നുണ്ട്. സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ, സാഹിത്യമായിരിക്കാം, കലയായിരിക്കാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരു ഇതിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ പണ്ടുണ്ടായിരുന്ന സുഹൃത്തുക്കൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാവാം. നെക്സ്റ്റ്, ജസ്റ്റിസ് എനർജി ആൻഡ് ഹൈ പ്രീസ്റ്റസ്. ഒരു സ്ട്രോങ് മെസ്സേജ്. ജസ്റ്റിസ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് എനർജി കണക്ഷൻസ് എന്ന് പറയുന്നത് നീതി ന്യായത്തിനനുസരിച്ചിട്ടൊക്കെ പോകുന്ന രീതിയാണ്. അതിൽ പലപ്പോഴും ആത്മീയതയും നീതിന്യായ വ്യവസ്ഥയും ഒരുമിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതായത് എപ്പോഴും നിങ്ങൾ ഈ ഒരു ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു ലീഗൽ അഡ്വൈസർ ആയിരിക്കാം, ഒരു ലോയർ ആയിരിക്കും, ജഡ്ജ്, ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. പല കാര്യങ്ങളും
ഒരു കുറച്ച് സെൻസിറ്റീവായിട്ട് കൂടി ചിന്തിച്ച് ആ സൈഡ് കൂടി ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആവും. ന്യായത്തിന് നിരക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ എന്നിരുന്നാലും ചില സിറ്റുവേഷനിൽ ഒരു മനുഷ്യത്വപരമായിട്ട് ആത്മീയമായിട്ട് കൂടിക്കലർന്ന് പല കാര്യങ്ങളും ചെയ്യാനും ഒക്കെയുള്ളൊരു സാഹചര്യം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടും ജോലി സംബന്ധമായിട്ടും ലൈഫിൽ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നിങ്ങൾ അമിതമായിട്ട് ആത്മീയതയിലേക്ക് പോയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാതെ പോകും. അപ്പോൾ ബാലൻസ്, ജീവിതത്തിൽ ആത്മീയത, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജോലി, വിദ്യാഭ്യാസം, ഇതെല്ലാം ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒന്നിൽ കൂടുതൽ തങ്ങി നിൽക്കാതിരിക്കുക. അത്രയാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.